എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഭവന സന്ദർശനങ്ങളെപ്പറ്റി പറയുകയായിരുന്നു. ചില ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ഗൃഹനാഥൻ പാവത്താനായി ഒരു മൂലയിലിരിക്കും. ചെല്ലുന്ന പാടെ ഭാര്യയുടെ സ്പീക്കർ ഓണാകും. എന്തു പറയാനാ പാസ്റ്ററെ, ഞാനില്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? അങ്ങനെ കൊണ്ട് ഒരു ഉപകാരവുമില്ല. ഞാൻ ഒറ്റയ്ക്ക് കുടുംബം നോക്കണം, പിള്ളേരുടെ കാര്യം നോക്കണം, അവരുടെ വിദ്യാഭ്യാസം നോക്കണം, കന്നുകാലികളെ നോക്കണം, എല്ലാറ്റിനും എൻ്റെ കൈ ചെല്ലണം. ഞാനില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എല്ലാറ്റിനും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് നിങ്ങളുടെ വെറും തോന്നലാണ്. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ സാമർഥ്യം ഒക്കെയും കൊണ്ടാണ് നിങ്ങൾ സ്വയം എല്ലാം ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ അഹങ്കാരമാണ് ഇങ്ങനെ ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. സർവശക്തനായ ദൈവമാണ് നിങ്ങൾക്ക് ബുദ്ധി തന്നത്, കഴിവ് തന്നത്, ശക്തി തന്നത്. ആ ദൈവത്തെ മറന്നിട്ട് നിങ്ങൾ സ്വന്തം കഴിവിൽ അഹങ്കരിക്കുന്നു. എന്നിട്ട് ഞാൻ എല്ലാം ഞാൻ തന്നെ എന്ന ഭാവം അഹങ്കാരത്തിൻ്റെ മുന്നോടിയാണ്. അതുകൊണ്ട് ഞാൻ എന്ന ഭാവം മാറ്റി നമ്മൾ എന്നതിലേക്ക് വരണം. ലൗകികമായ ലോകത്തിൽ ഇത് അസംഭവമായ കാര്യമാണ്. ഞാൻ എന്നതിന് ഇംഗ്ലീഷിൽ ഐ എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നാം വേദപുസ്തകം പരിശോധിച്ചാൽ ദൈവം ഒരു പ്രാവശ്യം ഒരാളുടെ പേരിൽ നിന്ന് ഐ എന്ന അക്ഷരം കട്ട് ചെയ്ത് മാറ്റി. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ ഭാര്യ സാറ അമ്മച്ചിയുടെ ആദ്യത്തെ പേര് സാറായി എന്നായിരുന്നു. സാറായി ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ SARAI എന്നായിരുന്നു. ദൈവം വിചാരിച്ചു സാറായിയുടെ കൂട്ടത്തിൽ ഈ ഐ ഇരുന്നാൽ കുഴപ്പമാണെന്ന്. അതുകൊണ്ട് സാറായിയുടെ ഐ കട്ട് ചെയ്ത് മാറ്റാൻ അബ്രഹാമിനോട് പറഞ്ഞു. പിന്നെ സാറായി എന്നത് സാറ ആയി മാറി. സാറ പിന്നീട് തൻ്റെ ഭർത്താവിനെ യജമാനനെ എന്ന് വിളിച്ചുകൊണ്ട് സകലത്തിലും അബ്രഹാമിന് കീഴ്പ്പെട്ടിരുന്നു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. എനിക്കറിയാം, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സഹോദരന്മാർ വളരെ സന്തോഷത്തിലായി എന്ന്. സഹോദരന്മാരുടെ ഇടയിലും ഞാൻ എന്ന ഭാവം കൂടുതലാണ്. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ട ഒരു കാര്യം നിങ്ങളോട് പറയുന്നു. ഒരു പ്രാവശ്യം ഞാൻ കേരളത്തിൽ വന്ന് ഒരു പള്ളിയിൽ പോയി. ആരാധനയുടെ ഇടയിൽ എനിക്കും ദൈവവചനം ഷെയർ ചെയ്യാനുള്ള അവസരം തന്നു. ആരാധനയ്ക്ക് ശേഷം വെളിയിൽ വിശ്വാസികളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഈ കാണുന്നതൊക്കെയും, അതായത് പള്ളിയും പാഴ്സണേജും ഗാരേജും സ്നാനത്തൊട്ടിയും എല്ലാം എൻ്റെ പ്രയത്നഫലമാണെന്ന്. ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്തുകൊണ്ട് വിശ്വാസികൾ വന്ന് ആരാധിക്കുന്നു. പാഷനുള്ള സപ്പോർട്ടും ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാറ്റിനും ഞാൻ കരുതി ദൈവത്തെയും അദ്ദേഹം തന്നെയാണ് കൊണ്ടുവന്നതെന്ന് ചിലപ്പോൾ പറഞ്ഞു കളയും. ഇതുപോലെ തന്നെയാണ് ചില പാസ്റ്റർമാരും. എൻ്റെ വിശ്വാസികൾ, എൻ്റെ ചർച്ച്, ഞാനാണിതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ടത്, അവിടെയും ഞാൻ ഈ ചിന്താഗതിയിൽ നശിച്ച അനേക ചർച്ചുകൾ നോർത്ത് ഇന്ത്യയിൽ ഉടനീളം കാണാം. തുടക്കത്തിൽ കുറച്ച് നാൾ നല്ലപോലെ പ്രവർത്തിച്ച് കുറച്ച് വിശ്വാസികളെ നേടും. 50-60 വിശ്വാസികളായി കഴിഞ്ഞിട്ട് അവരെ ഞെക്കിപ്പിഴിഞ്ഞ് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു സ്പോൺസറെ കണ്ടുപിടിച്ച് ഒരു സഭാകാൾ പണിയും. പിന്നെ ചിന്തിക്കുന്നത് എൻ്റെ പള്ളി, എൻ്റെ വിശ്വാസി എല്ലാം ആയി, ഇനി സ്വസ്ഥതയോടെ കാലം കഴിക്കാം
പിന്നെ തളർച്ചയായി, ക്ഷീണമായി, ആലസ്യമായി, ആരാധന വെറും പേരിന് മാത്രമായി. അതോടെ വിശ്വാസികൾ കുറയാൻ തുടങ്ങുന്നു. അങ്ങനെയുള്ള പാസ്റ്റർമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കായി ഞാനൊരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ജെറമ്യായുടെ പുസ്തകം 48 അധ്യായത്തിൻ്റെ 10 വാക്യം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. രക്തം ചൊരിയാതെ വാൾ അടക്കി വയ്ക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. വചനം വളരെ വ്യക്തമായി പറയുന്നു, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന്. ഞാൻ കഴിഞ്ഞ 30 വർഷമായി നോർത്ത് ഇന്ത്യയിലെ 2 വലിയ ഓർഗനൈസേഷനുകളിൽ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പിൽ ആയിരുന്നു. ഒരു ഓർഗനൈസേഷനിൽ 1000-ൽ പരം പാസ്റ്റർമാരും ഇവാഞ്ചലിസ്റ്റും ഉണ്ട്. രണ്ടാമത്തേതിൽ ഏകദേശം 475 സേവകന്മാരും ഉണ്ടായിരുന്നു. ഞാൻ മാസത്തിൽ 25 ദിവസവും മിഷൻ ഫീൽഡുകളിൽ ലോക്കൽ പാസ്റ്ററിൻ്റെ കൂടെ പോവുകയും ഗ്രാമങ്ങളിൽ താമസിക്കുകയും ചെയ്ത് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു 75% പാസ്റ്റേഴ്സ് വിചാരിക്കുന്നത് അവരായിരിക്കുന്ന ഓർഗനൈസേഷൻ്റെ എംപ്ലോയി ആണെന്നാണ്. മാസാമാസം ഒരു റിപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അതാത് മാസത്തെ സപ്പോർട്ട് കിട്ടും. അവർക്ക് ആത്മാക്കളെ നേടണമെന്നോ ചർച്ച നടത്തണമെന്നോ ഒരു താല്പര്യവുമില്ല. ഫീൽഡുകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്യാനോ ചന്തസ്ഥലത്തോ തെരുവുകളിലോ സുവിശേഷം അറിയിക്കാനോ താല്പര്യം കാണിക്കാറില്ല. മിഷൻ ഫീൽഡിൽ പോകാതിരിക്കാൻ അവർക്ക് 100 കണക്കിന് ഒഴിവുകഴികൾ പറയാനുണ്ട്. ചിലപ്പോൾ മഴ, ചിലപ്പോൾ പൊള്ളുന്ന ചൂട്, ചിലപ്പോൾ അസഹ്യമായ തണുപ്പ്, ചിലപ്പോൾ ഭാര്യയ്ക്ക് സുഖമില്ല, ചിലപ്പോൾ കുട്ടികൾക്ക് സുഖമില്ല. അഥവാ ഫീൽഡിൽ പോയാൽ തന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ വീട്ടിൽ എത്തും. കാരണം വളരെ ക്ഷീണം, തളർച്ച, അങ്ങനെ പലതും. എന്നാൽ വചനം പറയുന്നു, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. സഭയിൽ ആരാധന നടത്തണം. ആരാധന ലീഡ് ചെയ്യേണ്ടതും പാസ്റ്ററുടെ ചുമതലയാണ്. അത് അലസതയോടെ ചെയ്യുന്നവരുണ്ട്. പാട്നയിൽ ഞാൻ പോകുന്ന ചർച്ചിൽ ആരാധനാ സമയത്ത് കൈയടിച്ച് പാടാറുണ്ട്. 60 പേരുള്ള ചർച്ചിൽ 60 തരത്തിലാണ് കൈയടിക്കുന്നത്. ഊർജ്ജസ്വലതയോടെ ദൈവത്തെ ആരാധിക്കണം. ആലസ്യത്തോടെ ആകരുത്. ചില സഭകളിൽ കാണാറുണ്ട്, പാസ്റ്റർ കൈയടിക്കുകയില്ല, ഹല്ലേലൂയ പറയുകയില്ല. ഇതൊക്കെ വിശ്വാസികളുടെ ജോലിയാണെന്നാണ് ആ പാസ്റ്റർമാർ വിചാരിക്കുന്നത്. പാസ്റ്റർ പറയും, ശക്തിയോടെ കൈയടിക്കുക, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, ഒരു പ്രാവശ്യം കൂടി, ഹല്ലേലൂയ. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ചില പാസ്റ്റർമാർ ലഘുലേഖ വിതരണത്തിന് പോകുമ്പോൾ ചന്തസ്ഥലങ്ങളിൽ ട്രാക്റ്റ് കാറ്റിൽ പറത്തിയിട്ട് പോകും. ട്രാക്റ്റ് കൊടുക്കുമ്പോൾ യേശുവിനെ പറ്റി 2 വാക്ക് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. ഏറ്റവും കുറഞ്ഞത് 3-4 കാര്യങ്ങൾ പറയണം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും. യേശുവാണ് ഒരേ ഒരു രക്ഷകൻ. യേശു നിങ്ങളെ സൗഖ്യമാക്കും. ഒരു ദിവസം 5-10 ട്രാക്റ്റ് കൊടുത്താൽ മതി. പക്ഷേ അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം. ആലസ്യത്തോടെ ആകരുത്, ഉന്മേഷത്തോടെ വേണം. അല്ല എന്നുണ്ടെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന് വചനം പറയുന്നു. ഇയ്യോബ് പറയുന്നു, നിങ്ങൾ പക്ഷികളോട് ചോദിക്കുക, പക്ഷികൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ മൃഗങ്ങളോട് ചോദിക്കുക, മൃഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. 1-2 വചനം വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 12 അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. മൃഗങ്ങളോട് ചോദിക്കുക, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്കുക, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. ഹല്ലേലൂയ. നമുക്ക് ആകാശത്തിലും കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവജാലങ്ങളിൽ നിന്നും വളരെയേറെ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. കുറച്ച് വിവരണങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. മൃഗരാജാവായ സിംഹത്തെ നോക്കി നമുക്ക് പഠിക്കുവാനുണ്ട്. സിംഹം കാട്ടുപോത്തിന് വേട്ടയാടുമ്പോൾ തൻ്റെ സർവശക്തിയും ഉപയോഗിച്ചാണ് അതിനെ ആക്രമിക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് മറ്റു മൃഗങ്ങളെ ഒന്നും കിട്ടാതിരുന്നപ്പോൾ
ഒരു മുയൽ സിംഹത്തിൻ്റെ മുന്നിലൂടെ കടന്നുപോയി എന്നിരിക്കട്ടെ. സിംഹം വിചാരിച്ചു, ഓ ഇതൊരു മുയലല്ലേ, തൻ്റെ ശക്തിയൊന്നും ഇതിന് ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് കൈപ്പത്തി കൊണ്ട് തോണ്ടി എടുക്കുകയല്ല ചെയ്യുന്നത്. തൻ്റെ ഇര എലിയാണെങ്കിലും മുയലാണെങ്കിലും കാട്ടുപോത്താണെങ്കിലും സിംഹം പൂർണ്ണ ശക്തിയോടെ ആയിരിക്കും ആക്രമിക്കുക. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വളർത്തുനായയെ നോക്കിയേ, എപ്പോഴും അവൻ ജാഗ്രതയിലായിരിക്കും. ചിലപ്പോൾ നാം നോക്കുമ്പോൾ വാല് ചുരുട്ടി ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ നാം വിചാരിക്കും ഉറങ്ങുകയായിരിക്കുമെന്ന്. എന്നാൽ നിങ്ങളുടെ കാലൊച്ച കേട്ടാലുടൻ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കും. ചില ദൈവദാസന്മാരെ എനിക്കറിയാം, ഉറങ്ങിയാൽ 2 ബക്കറ്റ് വെള്ളം തലയിൽ ഒഴിച്ചാൽ പോലും ഉണരാത്തവരായിട്ടുള്ളവർ. പട്ടിയുടെ മറ്റൊരു ഗുണം, അത് തൻ്റെ യജമാനനെ അത്യധികമായി സ്നേഹിക്കുന്നു. എപ്പോഴും അത് തൻ്റെ വാലാട്ടി ചുറ്റിനുമുണ്ടാകും. എന്നാൽ നാം നമ്മുടെ യജമാനായ യേശുവിനെ എത്ര സ്നേഹിക്കുന്നു? ഇത് സ്വയം വിലയിരുത്തേണ്ടതാണ്. പട്ടിയുടെ മറ്റൊരു ഗുണമാണ്, എപ്പോഴും എല്ലാറ്റിലും അവൻ തൃപ്തനായിരിക്കും. ആഹാരം കുറച്ചു കൊടുത്താലും കൂടുതൽ കൊടുത്താലും കൊടുത്തത് തിന്നുകൊണ്ട് ശാന്തനായിരിക്കും. സാധാ ആഹാരം കൊടുത്താലും ചിക്കനും മട്ടനും കൂട്ടിക്കൊടുത്താലും അവൻ തൃപ്തനാണ്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. നേരെ മറിച്ച് നമ്മളാണെങ്കിലോ എല്ലാറ്റിനും എപ്പോഴും കംപ്ലൈൻറ്റ്. കാക്കയെ നോക്കി നമുക്ക് പഠിക്കാനുണ്ട്. കാക്ക എന്ന പക്ഷിയെ ആരും ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ആ കാക്കയിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. കാക്ക എപ്പോഴും ജാഗ്രതയോടെ ആയിരിക്കും ഇരിക്കുക. എപ്പോഴും അത് ചുറ്റുപാടും നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ കാലൊന്ന് ചൊറിയാൻ കുനിഞ്ഞെന്നിരിക്കട്ടെ, കാക്ക കരുതും അതിനെ എറിയാൻ കല്ലെടുക്കുകയായിരിക്കുമെന്ന്. ഉടൻ അവിടെ നിന്നത് പറന്നു പോകും. എന്നാൽ നമ്മളോ ഒരു പ്രാർത്ഥനയോ ഒരു മീറ്റിങ്ങോ വെച്ചാൽ അതിന് പോകും. പക്ഷേ അവിടെ ചെന്നാലോ അലസതയോടെ മരിച്ചവരെ പോലെ അവിടെ ഇരിക്കും. കാക്കയുടെ മറ്റൊരു വിശേഷതയാണ് അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക. ഉദാഹരണത്തിന്, ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ആഹാര സാധനം ഉണ്ടെന്നിരിക്കട്ടെ, എത്ര വലിയവൻ്റെ കയ്യിലാണെങ്കിലും അത് തക്കം നോക്കി റാഞ്ചി എടുത്ത് കടന്നു കളയും. ഇത് കാണുന്ന ദൈവദാസന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി പറയുന്നു, അവസരം തക്കത്തിൽ ഉപയോഗിക്കുക. ഈ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കി കളയരുത്. ഇങ്ങനെ പല ജീവജാലങ്ങളെയും നോക്കി നമുക്ക് പഠിക്കുവാനുണ്ട്. ഉറുമ്പിനെ നോക്കി അതിൻ്റെ ഡിസിപ്ലിൻ, അതിൻ്റെ അച്ചടക്കം നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. ഒന്നിനു പിറകെ ഒന്നായി ലൈൻ തെറ്റാതെ പോകുന്നത് കാണാത്തവരാരും ഉണ്ടാകില്ല. മറ്റൊന്ന്, ചിലന്തി വല കെട്ടുന്നതെന്ന് കാണുക. അനേകം തോൽവികൾ സഹിച്ച ശേഷം ഒരു വിജയം കാണുന്നത്, അത് പരിശ്രമം ഇടയ്ക്ക് ഉപേക്ഷിക്കാൻ. ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.